ഹൈ ഡിഫൻസ് നമുക്ക് എന്തായാലും വിവോ V11 കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ബോഡിയെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ഫ്രെയിം പ്ലസ് ഗ്ലാസ് ബോഡിയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും നല്ലൊരു ഡിസൈൻ ഷേപ്പ് തന്നെയാണ് വിവോ ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതിക്ക് മുമ്പ് റിവ്യൂ ചെയ്തിരുന്ന വിവോയുടെ ഫോണായ വിവോ X21 വന്നപ്പോൾ ഗ്ലാസും അലൂമിനിയം ബോഡിയായിരുന്നു. ബട്ട് ഇതിൽ പ്ലാസ്റ്റിക് ബോഡിയാണ് കാണുന്നത്. അതിനടുത്ത് നമുക്കൊരു ഡയമെൻഷനെ പറയുകയാണെങ്കിൽ 157.9 ഇൻറ്റു 75 ഇൻറ്റു 7.9 mm ആണ് ഇതിൻ്റെ ബോഡി ഡയമെൻഷൻ. ദെൻ അധിക വലിയ വെയിറ്റ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. 156 gram ആണ് ഇതിൻ്റെ ഒരു വെയിറ്റ്. ദെൻ അടുത്തത് അത് കഴിഞ്ഞാൽ പിന്നെ സൂപ്പർ AMO LED ഡിസ്പ്ലേ ആണ് കാണുന്നത്. ഡിസ്പ്ലേയിലൊക്കെ നല്ലൊരു ക്വാളിറ്റി തന്നെ വിവോ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടോ, അതിലൊന്നും യാതൊരു സംശയമില്ല. ഇനി നമുക്ക് റെസൊല്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1080 ഇൻറ്റു 2340 പിക്സൽസിലാണ് റെസൊല്യൂഷൻ വരുന്നത്. ഇറ്റ്സ് എ വെരി ഗുഡ് ഡിസൈൻസ്. ഡിസ്പ്ലേസ് പെർഫെക്റ്റ് ആണ്. പ്ലാസ്റ്റിക് ഫ്രെയിമാണ് എന്നുള്ളതൊരു എന്താ പറയുക, ഒരു പോരായ്മയായിട്ട് കാണാം എന്നുള്ള ആൾക്കാർക്ക് അതൊരു പോരായ്മ തന്നെയാണ്. എന്തായാലും ആ ഒരു ഏരിയ ഒരു പെർഫെക്റ്റ് തന്നെയാണ്. ഞാൻ ആ ഒരു ഏരിയയിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. ഇനി നമുക്ക് ബോഡിയെ കുറിച്ച് പറഞ്ഞ ഡിസ്പ്ലേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ബാക്ക് ക്യാമറ റിയർ ക്യാമറ, 2 റിയർ ക്യാമറകളാണുള്ളത്. ഒന്ന് 12 മെഗാ പിക്സലിൻ്റെ ക്യാമറയും അതേപോലെ തന്നെ ഒന്ന് 5 മെഗാ പിക്സലിൻ്റെ ക്യാമറയും. വിവോ X21 ഇതേ സെയിം സ്പെക്ക് തന്നെയായിരുന്നു ക്യാമറയിൽ, 12 മെഗാ പിക്സലും അതേപോലെ തന്നെ 5 മെഗാ പിക്സലും. ഇനി 12 മെഗാ പിക്സൽ ക്യാമറയിലാണെന്നുണ്ടെങ്കിൽ പോലും ഡ്യുവൽ പിക്സൽ PDAF ആണ്, അത് ഓട്ടോ ഫോക്കസ് ടെക്നോളജിയാണ്. നമ്മൾ ഇതിലെടുത്ത് 1-2 ഫോട്ടോസ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ വളരെ വളരെ ക്വാളിറ്റിയുള്ള ഇമേജ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താ പറയുക, ഓട്ടോ ഫോക്കസിലാണെന്നുണ്ടെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തെടുത്ത ഇമേജിലാണെന്നുണ്ടെങ്കിലും നല്ലൊരു ഡെപ്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഈ 12 മെഗാ പിക്സൽ ക്യാമറയുടെ അപ്പാരച്ചറായിട്ട് വരുന്നത് f1.8 അതേപോലെ തന്നെ 5 മെഗാ പിക്സലിൻ്റെ ആണെങ്കിൽ f2.4 ഡെപ്ത് സെൻസറോട് കൂടിയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ദെൻ ക്യാമറ സ്പെസിഫിക്കേഷനിൽ പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേകത, ഇതിൽ ഗൂഗിൾ ലെൻസ് ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഗൂഗിൾ ലെൻസ് അറിയാലോ, ഗൂഗിൾ ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇമേജിൻ്റെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ ഇമേജിൻ്റെ സ്വഭാവങ്ങളെല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ഗൂഗിളിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ് ഗൂഗിൾ ലെൻസ്. അതും ഈ ഒരു ക്യാമറയിലുണ്ട്. ദെൻ അതേപോലെ തന്നെ AR സ്റ്റിക്കേഴ്സും ഇതിൻ്റെ അകത്തുണ്ട്. അതേപോലെ തന്നെ ഫ്ലാഷ്, ചെറിയൊരു LED ഫ്ലാഷും നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഇമേജിൻ്റെ പെർഫെക്ഷൻ, അതായത് ക്വാളിറ്റിയിലൊക്കെ ഞാൻ നല്ലൊരു സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നല്ലൊരു ഇമേജ് ആണ് ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ നല്ലൊരു ഇംപ്രൂവ്മെൻറ്റ്സ് ആണ് വിവോ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം 25 മെഗാ പിക്സലോട് കൂടിയ ഒരു ക്യാമറയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ഫ്ലാഷ് ഇല്ല എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒരു പോരായ്മയായിട്ട് പറയാം. പക്ഷേ ഇതൊരു വാട്ടർ ഡ്രോപ്പ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതിലൊരു ഫ്ലാഷ് കൂടെ വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു സ്പേസ് ആകും. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ വിവോ ആ ഒരു 25 MB ക്യാമറ മാത്രം ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അതിൽ f2.0 ആണ് അതിൻ്റെ അപ്പാരച്ചറായിട്ട് വരുന്നത്. വീഡിയോ മോഡ് 1080 അതേപോലെ 30 ഫ്രെയിം പെർ സെക്കൻഡ്സിലൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാവുന്നതാണ്. സെൽഫി മോഡിലേക്ക് വരുമ്പോഴും നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് കാണുന്നത്. AR സ്റ്റിക്കേഴ്സ്, ഡെപ്ത് സെൻസേഴ്സ്, ഫേസ് ബ്യൂട്ടി, അതൊക്കെ നല്ലൊരു ക്വാളിറ്റി തന്നെ. ഞാൻ സത്യം പറഞ്ഞാൽ വിവോയുടെ ക്യാമറയിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. ഫ്രണ്ട് ക്യാമറയിലും നമുക്ക് ഇതേപോലെ തന്നെയുള്ളൊരു ലെൻസ് വിവോ ഇംപ്ലിമെൻറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ വിവോയുടെ ഓവറോൾ ക്യാമറയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ദെൻ നമുക്ക് വിവോ X21 ആയിരുന്നു ഇതിക്കുമ്പോൾ വിവോ ഇറക്കിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോൺ. പക്ഷേ X21 നമുക്ക് കമ്പയർ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറയിൽ വന്നൊരു ചേഞ്ച് എന്ന് പറയുന്നത് ഫ്രണ്ട് ക്യാമറ 25 മെഗാ പിക്സലായിരുന്നു. ബട്ട് വിവോ X21 ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയിരുന്നു വിവോയുടെ. പക്ഷേ അതിൽ 12 മെഗാ പിക്സൽ മാത്രമായിരുന്നു ക്യാമറ. ബട്ട് ഇത് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തി 25 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് കാണുന്നത്. ക്യാമറയിൽ ഞാൻ നല്ലൊരു സാറ്റിസ്ഫൈഡ് ആണ്. ദെൻ നമുക്ക് ഇതിൻ്റെ ഒരു പോരായ്മ, ഈ ക്യാമറ സെഷനിലൊരു പോരായ്മയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഫ്രണ്ടിലൊരു എന്താ പറയുക, ഒരു ഫ്ലാഷ് ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് അടുത്ത ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡിൻ്റെ ഒറിയോ ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡിൻ്റെ ഒറിയോ 8.1 ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതേപോലെ തന്നെ അടുത്തൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും എന്നാണ് അറിയുന്നത്. ദെൻ അതേപോലെ തന്നെ ചിപ്പ് സെറ്റ് Qualcomm SDN 660 Snapdragon 660 ആണ് ഇതിൻ്റെ പ്രോസസ്സർ. Qualcomm Snapdragon 660 ഒരു നല്ലൊരു ചിപ്പ് സെറ്റ് ആയിരുന്നെങ്കിൽ പോലും കസ്റ്റമർ ഒരു മിനിമൽ Qualcomm Snapdragonൻ്റെ പുതിയൊരു സീരീസിലുള്ള ഒരു പ്രോസസ്സറാണ് ഈ ഒരു ഫോണിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിലൊന്നും വലിയൊരു എന്താ പറയുക, ഒരു സ്പെഷ്യാലിറ്റിയോ അല്ലെങ്കിൽ ചേഞ്ചസോ ഒന്നും വിവോ കൊണ്ടുവന്നിട്ടില്ല. ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം
ആൻഡ്രോയിഡിൻ്റെ 8.1 ആണ്. ഇനി നമുക്കിതിൻ്റെ സൗണ്ടിനെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ 3.5mm ഓഡിയോ ജാക്കാണ് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാ മൊബൈൽ ഫോണുകളിൽ നിന്നും 3.5mm ഓഡിയോ ജാക്ക് റിമൂവ് ചെയ്യുന്ന സിറ്റുവേഷനിൽ വിവോ അതിൽ യാതൊരുവിധ ചേഞ്ചും വരുത്തിയില്ല. അറിയാലോ, നമ്മൾ റെഡ്മിയുടെ MI-A2 റിവ്യൂ ചെയ്ത സമയത്ത് അതിൽ 3.5mm ഓഡിയോ ജാക്കിനെ റിമൂവ് ചെയ്ത് ഒരു USB-C to കൺവെർട്ടറാണ് കൊണ്ടുവരുന്നത്. പക്ഷേ അതിലൊരു പരിഷ്കാരങ്ങളൊന്നും വിവോ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്കൊരു പോരായ്മയായിട്ട് പറയാൻ സാധിക്കും. 3400 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. അത് നോൺ റിമൂവബിൾ ബാറ്ററിയാണ്. ബട്ട് വിവോ X21ൽ 3200 mAh ബാറ്ററി മാത്രമായിരുന്നു. ബാറ്ററിയിലൊന്നും വലിയൊരു മാറ്റമൊന്നും, അതായത് സ്പെസിഫിക്കേഷനിലോ അതിൻ്റെ മറ്റ് ചേഞ്ചസിലൊന്നും ഒരു മാറ്റമൊന്നും വിവോ കൊണ്ടുവന്നിട്ടില്ല. 3400 mAh ബാറ്ററി ആയിട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മൾ വിവോ X21, അതായത് വിവോയുടെ ലേറ്റസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോണായ വിവോ X21ൽ 3200 mAh മാത്രമായിരുന്നു ബാറ്ററി കപ്പാസിറ്റി ഉള്ളത്. ബാറ്ററിയിൽ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ്സ് വിവോ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. ബാറ്ററിയെ കുറിച്ച് പറയുമ്പോൾ ഫാസ്റ്റ് ചാർജിങ് ആണ്. ബട്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോരായ്മയായിട്ട് പിന്നെ പറയുന്നത് USB-C അല്ല എന്നുള്ളത്. കാരണം ഇപ്പോൾ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലെല്ലാം USB-C ആണ്. ബട്ട് ഇതിൻ്റെ അകത്ത് USB 2.0 തന്നെയാണ് ഇപ്പോഴും വിവോ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു അപ്ഗ്രഡേഷൻ ആവശ്യമായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി സെക്യൂരിറ്റി ഫീച്ചേഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വിവോ X21ലാണ് നമുക്ക് ഡിസ്പ്ലേയിൽ തന്നെ ഒരു ഫിംഗർ പ്രിൻറ്റോട് കൂടിയിട്ടുള്ള ഒരു സെൻസർ ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിലും അതുപോലെ തന്നെയാണ് വിവോ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. കാര്യം എനിക്ക് തോന്നുന്നത് ഇനി വരുന്ന വിവോ ഫോണുകളിലെല്ലാം ആ ഒരു ടെക്നോളജി വിവോ എന്താ പറയുക, ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലെല്ലാം വിവോ ആ ഒരു ടെക്നോളജി തന്നെ കൊണ്ടുവരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ദെൻ അതേപോലെ തന്നെ മറ്റ് സെക്യൂരിറ്റി ഫീച്ചേഴ്സായിട്ട് വരുന്നത് ഫേസ് അൺലോക്ക്, പാറ്റേൺ ലോക്ക് എല്ലാം ഈ ഒരു മൊബൈൽ ഫോണിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ മെമ്മറി ഒന്ന് പരിചയപ്പെടാം. 2 വേരിയൻറ്റിലാണ് വരുന്നത്. 6GB 64GB 6GB 128GB അങ്ങനെ 2 വേരിയൻറ്റിലാണ് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. കാർഡ്സോട് പറയുകയാണെങ്കിലും മൈക്രോ SD, അതായത് 256GB വരെ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ 3 കളറുകൾ അവൈലബിൾ ആണ്. സ്റ്റേറി നൈറ്റ്, ഡാസ്ലിംഗ് ഗോൾഡ്, നെബുല. അത് നമ്മൾ ആരും കേൾക്കാത്ത തരം ഒരു കളർ റേഞ്ചുകളാണ്. അങ്ങനെ 3 കളർ റേഞ്ചുകളിൽ വിവോ V11 അവൈലബിൾ ആണ്. ഓവറോൾ ഇതിൻ്റെ പ്രൈസും അതേപോലെ തന്നെ ഡിസൈൻസും ലുക്ക് ആൻഡ് ഫീലുമായിട്ട് പറയുമ്പോൾ ഓവറോൾ നല്ലൊരു മൊബൈൽ ഫോൺ തന്നെയാണ് വിവോ V11 എന്ന് പറയാൻ സാധിക്കും. ക്യാമറ ഐ എം പെർഫെക്റ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ദെൻ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിലൊരു LED ഫ്ലാഷ് ഇല്ല. അതൊരു എന്താ പറയുക, ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയാൻ പറ്റുമെങ്കിൽ അതങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ബട്ട് അതിൽ നമുക്ക് എടുത്ത് പറയേണ്ടത് വാട്ടർ ഡോപ്പ് ഡിസ്പ്ലേ ആണ്. അത്രയും പോർഷൻസും നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് വിവോ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 660 ആണ്. നല്ലൊരു ചിപ്സെറ്റ് ആയിരുന്നെങ്കിൽ പോലും കോൾക്കം സ്നാപ്ഡ്രാഗൺ ന്യൂ സീരീസിലുള്ള ഒരു ചിപ്സെറ്റ് ഈ ഒരു ഫോണിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നതാണ്. പക്ഷേ അതില്ലായിരുന്നു. ദെൻ ഡെഡിക്കേറ്റഡ് മെമ്മറി സ്ലോട്ട് ഇല്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളെല്ലാം അറിയാലോ USB-C ടൈപ്പാണ് അതിൻ്റെ പോർട്ട്. പക്ഷേ ഇത് USB-C അല്ല എന്നുള്ളതും ഒരു പോരായ്മ തന്നെ. ഈ ഫോണുകൾ നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തന്നെ സെല്ലുലാർ വേൾഡാണ്. നിങ്ങൾക്കൊരു പക്ഷേ പുതിയ മൊബൈൽ ഫോണുകൾ വാങ്ങിക്കേണ്ട സുഹൃത്തുക്കൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ സെല്ലുലാർ വേൾഡിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.